ഹലോ. അപ്പോൾ സദ്യയിലൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പുളിയിഞ്ചി നമുക്കിന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇഞ്ചി, പച്ചമുളക് എല്ലാം ഞാൻ ഓൾറെഡി ഭയങ്കര നൈസായിട്ട് ഭയങ്കര ചെറിയ ഒരു പീസാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി 100 ഗ്രാം ഇഞ്ചി ഉണ്ട്, ഒരു 4 പച്ചമുളക്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളുടെ നല്ല വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഇതിന് ഓയിലൊന്നും യൂസ് ആക്കരുത് കേട്ടോ. നമുക്ക് നല്ല ഒരു എന്താ പറയുക, നാടൻ ടേസ്റ്റ് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ യൂസ് ആക്കണം. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന 100 ഗ്രാം ഇഞ്ചി അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് ഇത് ശരിക്കും ഒരു ബ്രൗൺ ഷെയ്ഡിൽ നമ്മൾ ശരിക്കും നന്നായിട്ട് വറക്കില്ലേ, അങ്ങനെ ആക്കണം. അപ്പോൾ അടിയിലൊന്നും പിടിക്കാണ്ട് കരിയാണ്ട് അത് നന്നായിട്ടൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക. നമ്മൾ എപ്പോഴെപ്പോഴും എന്താ പറയുക, സിമ്മിൽ അല്ലെങ്കിൽ മീഡിയത്തിൽ ഇട്ടിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഫുള്ളിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ നന്നായിട്ട് അതൊന്ന് ജസ്റ്റ് ഫ്രൈ ആകുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ നമ്മളുടെ ഇഞ്ചി ഓൾമോസ്റ്റ് ഒരു പകുതിയോളം ഒന്ന് മുരിഞ്ഞു എന്ന് മനസ്സിലായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു 4 പച്ചമുളക് ഇടുക. നമുക്കിവിടെ എരിവ് കുറവായതുകൊണ്ട് ഞാൻ 4 ഇട്ടേ. നിങ്ങൾക്ക് കുറച്ച് എരിവൊക്കെ കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു 6 മുളകൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ട് വറക്കുക. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഞാനൊരു 3 തണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 3 സാധനങ്ങളെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഞാൻ പിന്നെ എന്താ പറയുക, ഇടയ്ക്ക് ഫുള്ളിലൊക്കെ ഇട്ടു. പിന്നെ ഫുള്ളിലിടുന്ന സമയത്ത് ഞാൻ ഫുൾ ടൈം അവിടെ നിന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം നല്ല രീതിക്ക് വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി ഞാൻ ഓൾറെഡി ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ചെടുത്തതാണ്. ഫസ്റ്റ് ഞാൻ കുറച്ച് ഒഴിച്ച് നോക്കി, എന്നിട്ട് പിന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പുളി ഒന്ന് കുറവാണെന്ന് തോന്നിയതിൽ പിന്നെയാണ് ഞാൻ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയുടെ ഞാൻ മൊത്തം വെള്ളത്തിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ചൂടുവെള്ളത്തിലാട്ടോ ഇട്ടത്. ചൂടുവെള്ളത്തിൽ ഇടുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഈ പുളി നന്നായിട്ട് ഇളകി അതിൻ്റെ പുളി മൊത്തം അതിനുള്ളിലേക്ക് വരും. പിന്നെ ഞാൻ അതിനാവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഉപ്പൊക്കെ ഇപ്പോൾ കുറച്ച് ചേർത്തിട്ട് പിന്നെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഒറ്റയടിക്ക് ചേർത്ത് ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ നമ്മൾക്ക് ഇതൊന്ന് സിമ്മിലിടാം. തിളച്ച് കഴിയുമ്പം ഒരു 5 to 10 മിനിറ്റോളം ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഗ്യാസ് സിമ്മിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവണം. ഒരു 5 to 10 മിനിറ്റ് ഇത് വെന്തതിന് ശേഷം മാത്രം നമ്മൾക്ക് നമ്മുടെ ശർക്കരയുടെ സംഭവങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതവിടെ കിടന്നൊന്ന് തിളച്ച് വെന്ത് മറിയട്ടെ. പിന്നെ തിളച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ കറിവേപ്പില ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു എന്താ പറയുക, മണവും ടേസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒരു 5 to 10 അല്ലെങ്കിൽ ഒരു 8 മിനിറ്റ് ഇത് സിമ്മി കിടന്നിട്ട് നന്നായിട്ടൊന്ന് വേവട്ടെ. അതൊന്ന് വെന്ത് കഴിയുമ്പം നമ്മൾ കുറച്ച് ശർക്കര ഞാൻ വെള്ളത്തിൽ പാനിയാക്കിയിട്ട് അരിച്ച് വെച്ചിരിക്കുന്നതുണ്ട്. ഇത് നമ്മളുടെ മധുരത്തിനനുസരിച്ചിട്ടാണ്. ഞാൻ കുറച്ചൊരു വേണമെങ്കിൽ പറയാം ഒരു 2 to 3 സ്പൂൺ ചിരകിയ ശർക്കരയാണ് ഞാനിതിൽ എടുത്തിട്ടുള്ളത്. അത് ചില ആൾക്കാർക്ക് എന്താ പറയുക, ഇഞ്ചിപ്പുള്ളിൽ അധികം മധുരം ഇഷ്ടമില്ല, ചില ആൾക്കാർക്ക് മധുരം ഇഷ്ടമുണ്ട്. അത് നമ്മുടെ ഇതനുസരിച്ചിട്ട് അപ്പം അതിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ അതൊന്ന് തിളയ്ക്കുന്നത് വരെ അതൊന്ന് നമ്മൾ ഫുള്ളിലേക്ക് ഇടാം. പിന്നെ നമ്മൾ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ചും കൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 സ്പൂൺ ചേർക്കാം. നമ്മൾ ഓൾറെഡി ഒരു 4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും ചേർത്തു. ഇനി അവിടെ കിടന്ന് നന്നായിട്ട് വേവട്ടെ. സിമ്മിലിടണം കേട്ടോ. ഇനിയിപ്പോൾ അത് സിമ്മിൽ അവിടെ കിടന്നിട്ടൊന്ന് വറ്റി നമ്മളുടെ ഇഞ്ചിപ്പുളിയുടെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ആ കൺസിസ്റ്റൻസിയിൽ എത്തുമ്പോഴത്തേക്കും സംഭവം അടിപൊളിയായിട്ടുണ്ടാവും. കണ്ട ഒരു 10-15 മിനിറ്റ് ആയപ്പോഴത്തേക്കും ഇഞ്ചിപ്പുളിയുടെ ആ ഒരു ഇതിലേക്ക് വന്നു. സംഭവം ഭയങ്കര അടിപൊളിയാണ്. ആ ഒരു കൺസിസ്റ്റൻസിയിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഞ്ചിപ്പുളി അറിയുന്നതുകൊണ്ട് അതിൻ്റെ കൺസിസ്റ്റൻസി എന്താണെന്ന് അറിയുന്നുണ്ടാവുമല്ലോ. ആ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ നമ്മൾ അതിനെ കാച്ചി ഒഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഒരു ചട്ടി വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു സ്പൂണോളം നമ്മളുടെ കടുക് ഇടുക.
കടുകിട്ട് നന്നായിട്ട് പൊട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. കടുക് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പം അതിൻ്റെ ഉള്ളിലേക്ക് ഞാനിപ്പോൾ ഒരു 3 വറ്റൽമുളക് 2ആയിട്ട് കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സംഭവം നമ്മളുടെ ഇഞ്ചിപ്പുള്ളിയുടെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കണം. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അത് എനിക്ക് പണ്ടൊന്നും അറിയണ്ടായിരുന്നില്ല. റീസെൻ്റ്ലി ആണ് എനിക്ക് ആ സംഭവം കിട്ടിയത്. അതുകൂടെ ചേർത്ത് കൊടുത്ത് കഴിയുമ്പം നമ്മളുടെ ഇഞ്ചിപ്പുളി വേറൊരു ലെവലാവും. അതെന്താണെന്നതാ ഇപ്പം ഞാൻ കാണിച്ചു തരാം, കണ്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഉലുവാപ്പൊടിയില്ലേ, ചൂടാറി കഴിയുമ്പം ഒരു നുള്ളു ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക. ചൂടാറിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കയ്പ്പ് വരും. ചൂടോടുകൂടെ ചേർക്കുക. അപ്പം നന്നായിട്ട് തണുത്തതിന് ശേഷം കുറച്ച് ഉലുവ പൊടിച്ചതും കൂടെ ചേർത്തിട്ട് ഇളക്കി നോക്കുക. ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ഒരുപാട് ആക്കരുത്, ഒരുപാടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലേവർ മാറിപ്പോവും. കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നോക്കി, നമുക്ക് സദ്യയിലൊക്കെ കിട്ടുന്ന പോലത്തെ കളറിലൊക്കെ നല്ല അടിപൊളിയായിട്ട് സംഭവം വന്നിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. ചിലപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക. പക്ഷേ ഈ ഉലുവാപ്പൊടിയുടെ ആ ഒരു ട്രിക്കില്ലേ, അതറിയാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഞാൻ വേറൊരു വീഡിയോയിലൊക്കെ കണ്ടും അങ്ങനെ പല പല വീഡിയോസൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കി സക്സസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഈ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ.